നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് മണക്കാടിനെ സംബന്ധിച്ചാണ്. പരമ്പരാഗതമായി LDF വിജയിച്ചു വരുന്ന ഈ സീറ്റിൽ മികച്ച മത്സരമാണ് നടക്കുന്നത്. UDF പിന്തുണക്കുന്ന RMP ആണ് LDFന്റെ മുഖ്യ എതിരാളി. BJPയും മത്സര രംഗത്ത് സജീവമാണ്. വോട്ടർമാരുടെ എണ്ണം പരിശോധിക്കാം. 669 പുരുഷന്മാരും 759 സ്ത്രീകളടക്കം ആകെ വോട്ടർമാർ 1428. സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്ക്. ഞങ്ങളോടുകൂടെ മാവൂർ പഞ്ചായത്ത് 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. എൻ്റെ പേര് നികേഷ് കുമാർ എന്നാണ്. ഞാൻ 18-ാം വാർഡിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഇവിടെ കാലാകാലങ്ങളായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. CPMനും LDF പാർട്ടിക്ക് LDF സംഘടനയ്ക്ക് സ്വതന്ത്രമായിട്ട് ജയിച്ചു വരാൻ പറ്റിയൊരു വാർഡാണ്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളായിട്ട് മത്സരിക്കുന്ന UDFൻ്റെ സ്വതന്ത്രമായിട്ട് RMP സ്ഥാനാർത്ഥിയാണ്. ആ രൂപത്തിൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് രണ്ട് ചേരിയിലാണ് പ്രവർത്തിക്കുന്നത്. ആ രൂപത്തിൽ ഈ വാർഡ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ മെമ്പറായ സുധേച്ചിയായിരുന്നു, LDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. പോലൊരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ ആഴ്ച വിജയിച്ചാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടന്നിട്ടുണ്ട്. മുമ്പ് ഏതെല്ലാം മേഖലയിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്? മുമ്പ് DYFI രംഗത്തുണ്ടതിന്, പിന്നെ DYFI രംഗത്ത് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സർവീസ് ബാങ്കിലാണ് പണി, മാവൂർ സർവീസ് ബാങ്കിലാണ്. അവിടെ ജോലി ചെയ്യുന്നതിനിടയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ പ്രദേശ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ രൂപത്തിലൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വാർഡിൽ കൊണ്ടുവന്ന വികസന നേട്ടങ്ങൾ എന്തെല്ലാം എടുത്തു പറയാവുന്ന? എടുത്തു പറഞ്ഞാൽ ഒരുപാട് കുടിവെള്ള പദ്ധതി, 2-3 കുടിവെള്ള പദ്ധതി ഉണ്ട് ഈ വാർഡിൽ തന്നെ. പിന്നെ ചില പോരായ്മകൾ, ചില വെള്ളം കിട്ടാത്ത പ്രശ്നം ചില ഘട്ടങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായിട്ട് വരുന്ന ഒരുപാട് മുഴുവൻ വീടുകളിലേക്കും വെള്ളം കൊടുക്കാനുള്ളൊരു സംവിധാനം വരുന്നുണ്ട്. അതിനും കൂടെ ഉള്ള പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇല്ല, അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും വാട്ടർ അതോറിറ്റീൻ്റെ ഫണ്ടും കൂടെ ആയിട്ടാണ്. ആ രൂപത്തിൽ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കും. പിന്നെ കുറഞ്ഞ റോഡുകൾ കുറച്ചുകൂടെ ചെയ്യാണ്ട്, വർക്ക് എടുക്കാണ്ട് കോൺക്രീറ്റ് ആയിട്ട്, പിന്നെ ഒരുപാട് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പായിട്ട് ആ രൂപമൊക്കെ പൂർത്തീകരിക്കാനും ബാക്കി എല്ലാ വികസനവും എൻ്റെ ഭാഗത്ത് എല്ലാ സഹായമുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തെല്ലാം? വിജയിച്ചു കഴിഞ്ഞാൽ എന്തായാലും 1,10,00,000 ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. വമ്പിച്ചൊരു പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വാട്ടർ അതോറിറ്റീൻ്റെ കൂടെ. അത് വിജയകരമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മെമ്പറായിരുന്ന ഞങ്ങൾ LDF മെമ്പർ സുധേച്ചി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ വാർഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുവിധം റോഡ് തുടർ പ്രവർത്തനമായിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് വാർഡിനെ നല്ലൊരു വാർഡാക്കി മാറ്റാനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാവും. പ്രചരണത്തിന്റെ ഇടയിലാണ് നമ്മൾക്ക് സ്ഥാനാർത്ഥിയെ ലഭിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്തെല്ലാം? ജനങ്ങൾ വീടുകളിൽ കയറിയപ്പോൾ നല്ല പ്രതികരണമാണുള്ളത്. എന്തായാലും എന്നെ ജയിച്ചു വരണോ, ഇവിടെ LDF തന്നെയാണ് ജയിക്കേണ്ടതെന്നുള്ള രൂപത്തിലാണ് ജനങ്ങളൊക്കെ പ്രതികരണം. പഞ്ചായത്തിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? പഞ്ചായത്തിൽ ഒരു 14 സീറ്റോളം ഏകദേശം LDFന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ 2 പ്രാവശ്യമായിട്ട് പഞ്ചായത്ത് നഷ്ടപ്പെട്ട്. ആ രൂപത്തിൽ പഞ്ചായത്തിൽ ഒരുപാട് പോരായ്മകൾ, ഫണ്ടുകളില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കിയ ഭാഗമായിട്ട് തനത് ഫണ്ടുകളൊന്നും റോഡിനൊന്നും വെക്കാനില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നല്ല വികസനം കൊണ്ടുവരും. എന്തായിരുന്നാലും വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. എല്ലാവിധ ആശംസകളും നൽകുന്നു. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളോടുകൂടെയുള്ളത് RMP സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നു. ഞാൻ രഞ്ജിത്ത്, പിന്നെ മണക്കാട് മാവൂർ ഗ്രാമപഞ്ചായത്ത് മണക്കാട് 18-ാം വാർഡിൽ RMPയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. 2 പതിറ്റാണ്ടിലേറെ നമ്മുടെ പ്രദേശത്ത് സാമൂഹിക പ്രവർത്തനം നടത്തിയിട്ടുള്ള വലിയ പരിചയം എനിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വോട്ടർമാരെ എനിക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. എൻ്റെ പ്രവർത്തനം തുടങ്ങി, പ്രവർത്തനത്തിലാണ്, നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു. നിലവിൽ പ്രചരണത്തിൻ്റെ ഇടയിലാണ് ഞങ്ങളോടുകൂടെ ആശയങ്ങൾ പങ്കുവെക്കുന്നത്. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എന്തെല്ലാം? നല്ല പ്രതികരണമാണ്. പൊതുവെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ മത്സരിച്ചിരുന്നു. വലിയ മുന്നേറ്റമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഈ തവണ എന്തായാലും മാറ്റം ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ആളുകൾ ഉറപ്പിച്ച് നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ വാർഡിൻ്റെ കുറിച്ച് പരമ്പരാഗതമായിട്ട് LDF വിജയിച്ചു വരുന്ന വാർഡാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? തീർച്ചയായും ആത്മവിശ്വാസമുണ്ട്. ഞങ്ങളൊക്കെ LDFൻ്റെ ഭാഗമായി നിന്ന സമയത്ത് 400-ലധികം വോട്ടിന്, ഏകദേശം 500ഓളം വോട്ടിന് ഭൂരിപക്ഷമുള്ള വാർഡായിരുന്നു. അത് 100 വോട്ടിലേക്ക്, 70 വോട്ടിലേക്ക്, 100 വോട്ടിലേക്ക് ചുരുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തവണ അതിൽ മാറ്റം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വികസന കാര്യങ്ങളിൽ എന്തെല്ലാം പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? വികസന കാര്യങ്ങളിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ കുടിവെള്ള പ്രശ്നത്തിൽ ഒട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പല പദ്ധതികളും വരുന്നത് ആ പദ്ധതികൾ പൂർത്തീകരിക്കാതെയും അല്ലെങ്കിൽ പൂർണ്ണതയിലെത്താതെയും കുടിവെള്ളം കിട്ടാത്തയും അവസ്ഥയാണുള്ളത്. അപ്പോൾ
തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തും പിന്നെ പറമ്പത്താന മേഖലയിൽ ചോലക്കൽ, ചേനൂറ്റിൽ, പുനത്തിൽ മേത്തൽ, പാറായി മേത്തൽ, അങ്ങനെ ഈ വലിയോണത്തടത്തിൽ ഈ പിന്നെ വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള പ്രശ്നം വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി എന്നുള്ള നിലയിൽ തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. നല്ല ആസൂത്രിതമായ പദ്ധതികൾ ഉണ്ടായി സാധിക്കും എന്നുള്ളതിന് തെളിവാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പം വെള്ളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, സമഗ്രമായ പദ്ധതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം വളരെ കൃത്യമായിട്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. ആസൂത്രണത്തിൻ്റെ അഭാവമാണ് ഈ പ്രശ്നം പരിഹരിക്കാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം. നമുക്കറിയാം, ഈ വാർഡ് നിങ്ങൾ പറഞ്ഞു വെള്ളപ്പൊക്ക ഭീഷണി പലപ്പോഴും നേരിടുന്നുണ്ട്. ഇതിനെ ഇല്ലാതാക്കാൻ എന്തെല്ലാം പ്രൊജക്റ്റ് കൊണ്ടുവരാൻ കഴിയും? വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. പലപ്പോഴും ഈ വാർഡിലുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പിന്നെ ക്യാമ്പുകളും മറ്റ് പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്താൻ ഞാൻ ഉൾപ്പെടെയുള്ളവർ, രാഷ്ട്രീയ പ്രവർത്തകർ മുന്നിട്ടിറങ്ങാറുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഫലപ്രദമായ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യാറുണ്ട്. ഈ വാർഡിൽ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില റോഡുകളുണ്ട്. ഇപ്പോഴും പൂർത്തിയായി ആതെ കിടക്കുന്ന രാരൂപ സാറിന്ന് മുകളോട്ട് പെരുവൽ പഞ്ചായത്തിലേക്ക് കണക്റ്റായിട്ടുള്ള റോഡുകൾ, ആ പുനത്തിൽ മേത്തൽ മുതൽ ഈ പിന്നെ അങ്ങാടിയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പെരുവയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന റോഡാണ്. ആ റോഡ് ഇപ്പോഴും പൂർത്തിയാവാതെ കിടക്കുകയാണ്. അത് പിന്നെ പൂർത്തീകരിക്കാനുള്ള ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. അത് പ്രത്യേകിച്ച് ഈ പിന്നെ വെള്ളപ്പൊക്ക സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് മറ്റു പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വലിയ സാധ്യതയാണ്. വിജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ? വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ കാര്യം തന്നെയാണ്. പിന്നെ രണ്ടാമത് റോഡുകൾ, ഇന്നും നമ്മളെ റോഡുകൾ പൂർത്തീകരിക്കാത്ത ഒരുപാട് റോഡുകളുണ്ട്. ആ റോഡുകൾ ഗതാഗത സംവിധാനം പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാക്കുന്ന ഒരു രൂപത്തിലേക്കുള്ള നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരുപാട് കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. നമ്മളെ പ്രദേശത്ത് ഒരു സമഗ്ര പദ്ധതി പോലും കുടുംബശ്രീ യൂണിറ്റിൻ്റെ പദ്ധതികളും ഇല്ല. സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന പദ്ധതികൾ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള ചെറുകിട പദ്ധതികൾ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ, അത്തരത്തിലുള്ള സാധ്യതകൾ ആരായും. പിന്നീട് യുവാക്കളും സ്ത്രീകളും ഒക്കെ ഇപ്പം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള തൊഴിൽ രംഗത്തേക്ക്, അലങ്കാര മത്സ്യകൃഷി, ഫാമുകൾ, അപ്പോൾ നമ്മളെ 18-ാം വാർഡിൽ തന്നെ സ്ത്രീകൾ യോജിച്ചുകൊണ്ട് ഫാമുകളുണ്ട്. പിന്നെ പുരുഷന്മാരുടെ ഫാമുകളുണ്ട്. അതേമാതിരി അലങ്കാര മത്സ്യകൃഷി വീടുകളിൽ ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഇവർക്ക് ഇപ്പോൾ ഗുണകരമായ രൂപത്തിൽ സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. പിന്നെ അത്തരത്തിൽ അതേമാതിരി ഗ്രൗണ്ട്, പിന്നെ മാവൂർ പഞ്ചായത്തിൻ്റെ മിനി സ്റ്റേഡിയം ചെറുപ്പ 18-ാം വാർഡിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് ഒരു കുറേ കൂടി മാറ്റം വരേണ്ടതുണ്ട്. ഗ്രൗണ്ടിൽ ഇനിയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കളിക്കാർക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യും. പിന്നീട് കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് ഇവിടെ പിന്നെ ഇറിഗേഷൻ പ്രോജക്റ്റുകളൊന്നും നമ്മളെ ഈ വാർഡിലില്ല. അപ്പോൾ ആ സമഗ്രമായ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി നിലവിലുണ്ട്. ആ പദ്ധതിയൊന്നും പദ്ധതിയിലേക്ക് വന്നിട്ടില്ല. അത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകും. എന്തായിരുന്നാലും ഞങ്ങളോട് പ്രതികരിച്ചതിന് അതിയായിട്ടുള്ള കടപ്പാടുകൾ അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളോട് കൂടെയുള്ളത് മാവൂർ പഞ്ചായത്ത് 18-ാം വാർഡ് BJP സ്ഥാനാർത്ഥി. പരിചയപ്പെടുന്നു. എൻ്റെ പേര് കൃഷ്ണവാസ്. പിന്നെ ഈ വാർഡിലെ ഇന്നത്തെ അവസ്ഥ, നമ്മളെ ഇലക്ഷൻ സംവിധാനം വന്ന കാലം മുതൽ ഈ വാർഡിൽ നിന്നും ഒരേ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ മാത്രമാണ് ജയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർഡിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ചെറിയൊരു വെള്ളപ്പൊക്കം വന്നാൽ പോലും ജനങ്ങൾ വളരെയധികം ദുരിതത്തിലാവുന്ന, കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഈ 18-ാം വാർഡ്. കാരണം നമ്മൾ ഈ 18-ാം വാർഡ് നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെടുന്ന ഒരു ഭാഗമാണ്, ഒരു ഏരിയയാണ്. ഈ കുന്നത്തടായിൽ ആ മലയ്ക്ക് ചുറ്റും കാര്യമായിട്ട് ഈ 18-ാം വാർഡ് എന്ന് പറയുന്നത് ഈ ആ മലേൻ്റെ പരിസരം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു ഭാഗം പുഴയാണ്, പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം വെള്ളം കയറുന്നൊരു ഭാഗമാണ്. ഈ വെള്ളം കയറുന്ന സമയത്ത് ആളുകൾക്ക് ശരിയായ രീതിയിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥ, പലരും വന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ, എവിടെയെങ്കിലും പോയിട്ട് തങ്ങുന്ന അവസ്ഥ. ഈ ഒരവസ്ഥ അവിടെ നമ്മൾ ചെറുവലത്ത് താഴം പുനത്തിൽ മേത്തൽ ലക്ഷം വീട് കോളനി റോഡ്, അതിൻ്റെ വളരെ ശോചനീയമായ ഒരവസ്ഥ എന്ന് വെച്ചാൽ ആളുകൾ വളരെ കഷ്ടപ്പെടുന്നൊരു ഭാഗമാണ്. അവിടുന്ന് അത് വന്ന് ആ ലക്ഷം വീട് കോളനി ഭാഗത്തൂടെ വന്നിട്ട് അത് കുന്നത്തടായിൽ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് ആ റോഡ് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ വളരെ കഷ്ടപ്പെടുന്ന, അതുപോലെ കഴിഞ്ഞതിന് മുന്നിലത്തെ വർഷത്തെ ആ വലിയ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഈ ചെറുപ്പം മുഴുവൻ വെള്ളത്തിലാണ്ട് കിടക്കുന്ന ഒരവസ്ഥ, ആകെ അവർക്ക് വീട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം.
അതേപോലെ തന്നെ ഈ മിനി സ്റ്റേഡിയം പാറായിൽമെത്തൽ റോഡ് നിങ്ങൾക്ക് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഗ്രൗണ്ട് ഇപ്പം ഗ്രൗണ്ട് മണ്ണിട്ട് പൊക്കിയതോട് കൂടിയിട്ട് ആ റോഡ് വളരെ താന്ന്, അതും ഒരാൾക്ക് മഴ പെയ്താൽ പോലും അതിലൂടെ നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ആ റോഡ് പിന്നെ അതും എത്തുന്നത്, ആ റോഡ് പോകുന്നത് ഈ കുന്നത്തടായിൽ ഭാഗത്തേക്കാണ് ആ റോഡും എത്തുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് നടന്നു പോകാൻ ഒക്കെ ഉള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അനവധി റോഡ്, ഇങ്ങനെ കട്ട റോഡുകളാണുള്ളത്. പിന്നെ അതേമാതിരി തന്നെ നമ്മളിപ്പം സംസാരിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഈ ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം. പ്രചരണത്തിന്റെ ഇടയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രചരണത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പിന്നെ ഈ വാർഡിൽ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്തായാൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വളരെ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണിത്. അപ്പം ഇപ്പം തന്നെ ഞങ്ങളൊരു വീട്ടിൽ പോയ സമയത്ത് ആ വീട്ടുകാരിപ്പം തന്നെ അവർക്ക് വെള്ളമില്ല. അതുകൊണ്ട് അവരെ ഭാര്യ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇത്തരത്തിൽ ഇപ്പം ഇവിടെ ഈ 18-ാം വാർഡിലൊക്കെ തന്നെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഈ കുടിവെള്ള ക്ഷാമം നേരിടുന്ന സമയത്ത് സേവാഭാരതി ഒക്കെ വളരെയധികം സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് വണ്ടി വിളിച്ച് ഇവിടെയൊക്കെ ഈ പ്രദേശത്ത് മുഴുവൻ കുടിവെള്ളം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ആളുകളെ ഈ കുടിവെള്ളക്ഷാമം പരിഹരിച്ചത് ഒരു സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വീട്ടുകാർ തന്നെ സേവാഭാരതിയുടെ വെള്ളം വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. എന്നുവെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് വന്നാൽ പോലും 1 ബക്കറ്റോ 2 ബക്കറ്റോ വെള്ളം കിട്ടും. അതേസമയം സേവാഭാരതീൻ്റെ വണ്ടി വന്നാൽ അവർ ഡ്രമ്മാണ് വെക്കുന്ന, ആ ഡ്രമ്മ് നിറയെ വെള്ളം കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ 18-ാം വാർഡ്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ വീടുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് ആളുകളോട് നമ്മൾ വല്ലാതെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല, പഴയ മാതിരി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇവിടുത്തെ എല്ലാ ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. അപ്പം വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വികസനങ്ങളാണ് ഈ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രഥമ പരിഗണന കൊടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്രദേശത്തേക്കുള്ള റോഡുകളെ, ഒന്ന് നമ്മൾ മിനി സ്റ്റേഡിയം പാറായിൽമെത്തൽ റോഡ്, അതേമാതിരി ചെറുവലത്ത് താഴം പുനത്തിൽ മെത്തൽ ലക്ഷം വീട് കോളനി റോഡ്, പിന്നെ തെരുവോരങ്ങളിലെ നമ്മളെ വെളിച്ചമില്ലായ്മ, ഈ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യം, അതേപോലെ ഇത് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദേശീയ ജലജീവൻ മിഷൻ്റെ പദ്ധതികൾ ഇപ്പം വരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ അവർ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്, ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ നമ്മൾ പ്രധാന ലൈനിൽ 100 മീറ്റർ ഇപ്പം തൽക്കാലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും അതൊക്കെ എങ്ങും എത്താതെ ഇപ്പം ഒന്നും ആരംഭിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ആ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അത് വാർഡിൽ വ്യാപകമായി കൊണ്ട് മുഴുവൻ വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ ഈ റോഡ്, അതേമാതിരി നമ്മുടെ ചെറുപ്പ ബാങ്കിൻ്റെ പരിസരത്ത് ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു പൊതു കിണർ, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കിണറാണ്. PWDൻ്റെ അധീനതയിലുള്ള ആ ഒരു പൊതു കിണർ ഇന്ന് ഇടിഞ്ഞ് തൂർന്ന് കിടക്കുകയാണ്. അതിന് യാതൊരു നടപടിയും ഈ ഭാഗത്തുനിന്ന് ഉള്ള അതായത് നമ്മളെ ഈ വാർഡിൽ നിന്ന് ജയിച്ച് പോയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നൊന്നും ഒരു നടപടി ഉണ്ടായില്ല. അതൊന്നും തൂർന്ന് കിടക്കുകയാണ്. അത് ഇപ്പം എത്രയോ ആളുകൾ കുടിവെള്ളം മാർഗമായിട്ട് കണ്ടിരുന്ന ഒരു കിണറാണത്. ഇപ്പം അത് ഞങ്ങൾ പുതുക്കി പണിയാമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ട നടപടികളുണ്ടാവും. പിന്നെ ഈ വാർഡിൻ്റെ നമ്മളെ പ്രധാന തെരുവുകളും കാര്യങ്ങളും നമ്മൾ സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായിട്ട് വളരെ ഭംഗിയാക്കി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് മറ്റൊന്നെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിൽ നിന്നായാലും നമുക്ക് നമ്മളെ കഴിവ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊരു ആനുകൂല്യം ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത് ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർക്കാണോ അർഹത, ആ അർഹതപ്പെട്ടവൻ്റെ കൈകളിൽ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതൊരു മുട്ടുസൂചിയാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ പോലും അത് ഈ വാർഡിൽ ഏറ്റവും അർഹൻ ആരാണോ അത് കണ്ട് അവൻ്റെ കൈകളിൽ എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്തായിരുന്നാലും ഈ തിരക്കിനിടയിൽ ഞങ്ങളോട് പങ്കിട്ടതിന് അതിയായിട്ടുള്ള കടപ്പാടുകൾ അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു.